أعوذ بالله من الشيطان الرجيم ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. സൂറത്തുൽ കഹ്ഫ് 57-ാമത്തെ ആയത്താണ്. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളാൽ ഉത്ബോധിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുകയും സ്വന്തം കൈകൾ മുമ്പ് ചെയ്തു കൂട്ടിയതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി മറ്റാരാണുള്ളത്? അങ്ങനെയുള്ളവരുടെ മനസ്സുകളെ ഈ ഖുർആൻ ഗ്രഹിക്കാതിരിക്കുമാറ് നാം ഒരു മറ ഇട്ടിരിക്കുകയാണ്. അവരുടെ ചെവികളിലും ഒരു അടപ്പുണ്ട്. അങ്ങനെയുള്ളവരെ നീ എത്ര തന്നെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാലും ഒരിക്കലും അവർ നേർമാർഗം കൈക്കൊള്ളുകയില്ല. ഇതിനുമുള്ള ആയത്തുകളിൽ ഖുർആനിൽ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷേ തുറന്ന മനസ്സോടെ സത്യം ഗ്രഹിക്കണമെന്ന താല്പര്യത്തോടെ മുൻധാരണകളൊന്നും ഇല്ലാതെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് സന്മാർഗം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് അവരുടെ കണ്ണും കാതും മനസ്സുമൊക്കെ അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ മനസ്സുകളും കാതുകളും കണ്ണുകളും ഒക്കെ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്നും അടച്ചു മുദ്ര വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗദർശനം സ്വീകരിക്കാൻ കഴിയുകയില്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.